നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷജിത് നടുവിൽ. ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വ്യക്തിത്വത്തിനുടമകളാകണമെങ്കിൽ ഇവയൊന്ന് പരിശീലിച്ചു നോക്കുക. ലോകമറിയുന്ന, സമൂഹം ബഹുമാനിക്കുന്ന നല്ല വ്യക്തിത്വത്തിനുടമകളാകാൻ ഈ സ്വഭാവങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യമാണ്. സദാ സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനമായ ജീവിതത്തിലെ ഒരു കാര്യമാണത്. നമുക്കറിയാം, അല്പനിമിഷം മുമ്പ് നാം സംസാരിച്ചവർ പോലും പൊടുന്നനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാം, എന്നേക്കുമായി വിട്ടുപോകാം. നൈമിഷികമായ ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അത് എപ്പോഴാണ് അവസാനിക്കുക എന്നോ എപ്പോഴാണ് ഇല്ലാതാകുക എന്നോ പറയുവാൻ സാധിക്കാത്ത, പ്രവചിക്കുവാൻ സാധിക്കാത്ത ഒരു ലോകം. അത്തരമൊരു ലോകത്ത് ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇല്ലായ്മയെക്കുറിച്ച്, വല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഫലം ദുഃഖം മാത്രമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും നമുക്കുള്ള മഹാസൗഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം ജീവിതത്തിൽ സന്തോഷവാനായിരിക്കും. നമ്മിലുണ്ടാകുന്ന സന്തോഷം നല്ലത് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. അത് നമ്മെ നല്ല പ്രവൃത്തിയിലേക്ക് നയിക്കും. അത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കും. നാം എത്തിച്ചേരുന്നിടത്ത്, നാം ഇടപഴകുന്നിടത്ത് നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ കൂടി നമുക്ക് സാധിക്കണം. നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഓരോ നിമിഷവും നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ്, ആനന്ദിക്കുവാനുള്ളതാണ്, അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളതാണ്. മറ്റുള്ളവർ എന്ത് നേടിയെന്നല്ല, അവരെക്കാൾ നാം എന്ത് നേടിയെന്നല്ല, മറിച്ച് ഞാൻ ഈ നിമിഷം സന്തോഷവാനാണ് എന്ന മനസ്സിന്റെ ചിന്തയിലേക്ക് നമ്മെ വളർത്താൻ സാധിക്കുന്നുവെങ്കിൽ, നമുക്ക് വളരാൻ സാധിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നല്ല വ്യക്തിത്വത്തിനുടമകളായി മാറാൻ നമ്മെ അത് സഹായിക്കും. സോ ഓൾവേസ് ട്രൈ ടു ബി ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ലോകം അംഗീകരിക്കണമെങ്കിൽ, കൊച്ചു സമൂഹം നമ്മെ അംഗീകരിക്കണമെങ്കിൽ, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ നമുക്കും മനസ്സുണ്ടാകണം. ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ നിയോഗങ്ങളുണ്ട്. അത് ചെറുതാകാം, വലുതാകാം. പക്ഷെ അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, നിയോഗങ്ങളുണ്ട്. എനിക്കുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകണമെന്നില്ല, നിങ്ങൾക്കുള്ള മഹത്തരമായ കഴിവുകൾ എനിക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കുള്ള കഴിവുകളോടൊപ്പം മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരുടെ കഴിവുകളിൽ ആനന്ദിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനുള്ള മനസ്സ്, വിശാലമായ ഒരു മനസ്സിന് ഉടമകളായി നാം മാറണം. മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നത് വലിയ മനസ്സിനുടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തിത്വത്തിനുടമകളാകണമെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അഭിനന്ദിക്കുവാനുമുള്ള വിശാലമായ ഒരു മനസ്സിനുടമകളാകണം. അതിന് നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തൻ്റെ കഴിവുകളെ, അവരവരുടെ കഴിവുകളെ കണ്ടെത്താൻ സാധിക്കണം. വളരെയധികം കഴിവുകൾ കൊണ്ടാണ് നാം ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. അതിൽ എത്ര കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നാം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുൻപ്? അറിയാതെ നാം മൂളിപ്പാട്ട് പാടുമ്പോൾ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമ്മുടെ ഗായകനെ തിരിച്ചറിയാൻ സാധിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൻസിൽ എടുത്തുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുന്ന സമയം മറ്റുള്ളവർ കാണുമ്പോഴാണ് നല്ല ചിത്രകാരനാണ് എന്ന് നമ്മുടെ കഴിവുകളെ അവർ കണ്ടെത്തുന്നത്. ഇങ്ങനെ എത്രയെത്ര വേദികളിൽ നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും നാം ചിന്തിക്കാറില്ല എന്തുകൊണ്ട് നാം നമ്മുടെ ഈ കഴിവുകളെ കണ്ടെത്തിയെന്ന്. നല്ല വ്യക്തിത്വത്തിനുടമകളാകണമെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിൽ വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളെ അവരവർക്ക് കണ്ടെത്താൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും വിജയത്തെ ഇല്ലാതാക്കുന്ന, വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു സ്വഭാവമാണ് നമ്മിലെ അപകർഷതാബോധം. എന്നെ ഒന്നിനും സാധ്യമല്ല, ഒന്നിനും കൊള്ളില്ല എന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു തീരുമാനം നാം സ്വയം എടുക്കുന്നു. അതോടുകൂടി നമ്മുടെ വളർച്ച ഇല്ലാതാകുന്നു. ആദ്യം നാം മാറ്റേണ്ടുന്നത് അത്തരത്തിലുള്ള അപകർഷതാബോധമാണ്. ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന എത്രയോ മഹത്തരമായ കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. അത്തരത്തിലുള്ള കഴിവുകളെ കണ്ടെത്തുകയും അത് ഈ സമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളെ സമൂഹം ആരാധിക്കുന്ന ഒരു ദിവസമുണ്ടാകും, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ടാകും. പക്ഷേ അത് നാം കണ്ടെത്തണം എന്നതാണ് പ്രാധാന്യം. തന്നെ അറിയുക, തന്നിലെ കഴിവുകൾ അറിയുക. ഇത് ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന നല്ല നല്ല കഴിവുകളെ തൊട്ടുണർത്താനും അതിനെ പരിപോഷിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാനും കഴിയുമ്പോൾ നമ്മെ ലോകം അംഗീകരിക്കും, സമൂഹം അംഗീകരിക്കും. നല്ല വ്യക്തിത്വത്തിനുടമകളായി സമൂഹം നമ്മെ വിലയിരുത്തും. അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. നമ്മുടെ ഓരോ നിമിഷവും, ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും നമുക്ക് മുൻപിലുള്ള അവസരങ്ങളാണ്. നാം അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്, നാം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് നാം അതിനെ സ്വായത്തമാക്കുന്നത് എന്ന ഒറ്റ ചിന്ത മാത്രമാണ് നമ്മെ നല്ലവനായും വലിയവനായും ചെറിയവനായും മാറ്റുന്നത്.
നല്ല വ്യക്തിത്വത്തിനുടമകളാക്കി മാറ്റുന്നത്, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നമ്മെ പ്രാപ്തനാക്കുന്നത്. കാരണം നമ്മുടെ ഓരോ അവസരങ്ങളിലും നമ്മുടെ വിജയത്തിന്റെ വേദിയുണ്ട്. അത് നാം തിരിച്ചറിയണം. നമ്മൾ കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിന്റെ തലവര പോലും മാറ്റാം. വലിയൊരു വേദിയായി കാണാത്ത ചെറിയ വേദികൾ പോലും നമ്മെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന കാലഘട്ടമാണിത്. ഒരു കൊച്ചു ഗ്രാമത്തിലെ വിവാഹ തലേന്ന് നാം പാടുന്ന പാട്ടുകൾ പോലും ലോകം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. അത്രമാത്രം ശക്തിയുണ്ട് നവമാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള വേദിയാക്കണം. നമ്മുടെ കഴിവുകളെ സമൂഹം അറിയട്ടെ, മറ്റുള്ളവർ അറിയട്ടെ, അവർ വിലയിരുത്തട്ടെ നമ്മുടെ കഴിവുകളെ കുറിച്ച്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുമ്പിലുള്ള ഓരോ അവസരങ്ങളും നമ്മുടെ വിജയവേദികളാണ്. അവ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ലോകത്തിന്റെ നെറുകയിലെത്താം. നമുക്ക് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി മാറാം. നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. ഏവരോടും സ്നേഹത്തോടെ പെരുമാറുക. കേൾക്കുമ്പോൾ തന്നെ എത്ര സുന്ദരമായ വാക്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ സർവ്വജീവജാലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കുവാൻ കഴിയുന്ന വിശാല മനസ്സിനുടമകളായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ഈ സമൂഹം നമ്മെ അഭിനന്ദിക്കും. ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധ്യമാണ്. പരിശീലനങ്ങളിലൂടെ മനഃപൂർവ്വം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണാതെ അവരിലെ നന്മകളെ കാണുവാൻ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നുവോ അന്നു മുതൽ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമുക്ക് മുൻപിലുള്ള ജീവജാലങ്ങൾക്ക് ജീവനുണ്ട്, കഴിവുണ്ട്. അവർ നമ്മെ പോലെയുള്ള സത്വമാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരോടൊപ്പം ആനന്ദിക്കുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. നമ്മോടൊപ്പമുള്ളവരെ നമ്മിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്കവരെ സ്നേഹിക്കാൻ സാധിക്കുക. അങ്ങനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളണമെങ്കിൽ വിശാലമായ മനസ്സിനുടമകളായിരിക്കണം. നമ്മെ സ്നേഹിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നാം നമ്മെ സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പമുള്ള എല്ലാവരെയും സ്നേഹിക്കണം. നാം കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചാൽ, ജീവിതത്തിൽ നാം ഉന്നത വിജയം നേടും. നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി മാറും. നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരി അവർ നമ്മെ തിരിച്ചു സ്നേഹിക്കും. പുതിയ പുതിയ കഴിവുകൾ സ്വായത്തമാക്കുക എന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ്. ലോകത്തെ തന്നെ തന്റെ കൈപ്പിടയിലേക്ക് മാറ്റുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സാധാരണക്കാരായി ജനിക്കുന്നതിനും ജീവിക്കുന്നതിനും അപ്പുറം പുതിയ പുതിയ കഴിവുകളെ സ്വായത്തമാക്കുവാനും അവ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അതുവഴി ലോകത്തിനു മുൻപിൽ ഉന്നത വിജയം നേടാനും നമുക്ക് സാധിക്കണം. അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ മാറിക്കൊണ്ടേയിരിക്കണം. പഴഞ്ചൻ ചിന്താഗതികളെ മാറ്റുക, പുത്തൻ നൂതന ആശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടത്തിവിടുക, മാറുന്ന ലോകത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുക. അത്തരം സന്ദർഭങ്ങളിലൂടെ ലോകത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും ലോകത്തിനു മുൻപിൽ നമ്മൾ വിശാലമായി നിൽക്കുവാനും നമുക്ക് സാധിക്കും. മാറ്റത്തെ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ മാറ്റത്തെ സ്വീകരിക്കുക. മാറി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും മാറണം. അത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് വളരുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മാറ്റത്തെ പരിപൂർണമായി സ്വീകരിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും മൂല്യം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സമൂഹത്തിന് മുൻപിൽ നമുക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ നാം വളർത്തിക്കൊണ്ടുവരണം, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ശൈലിയുണ്ട്, നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, നമ്മുടേതായ സ്വഭാവങ്ങളുണ്ട്. അവയാണ് നമ്മുടെ മൂല്യങ്ങളെ നിർണ്ണയിക്കുന്നത്. നാം എങ്ങനെ ഇടപഴകുന്നു, നാം എങ്ങനെ ഓരോരുത്തരുമായി പെരുമാറുന്നു, പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെ സഹകരിക്കുന്നു, എങ്ങനെ നാം കരുണ കാട്ടുന്നു, നാം എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നു, ഇതൊക്കെ സമൂഹം വിലയിരുത്തപ്പെടും. ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെ കാണുമ്പോൾ അവരെ പോലെ ആകണമെന്നല്ല, മറിച്ച് നാം വിജയിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അക്കരെ പച്ച തേടി പോകുന്നവരാകരുത് നമ്മൾ ഓരോരുത്തരും. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയുക, നമ്മുടെ വിജയത്തിന്റെ വേദികളെ തിരിച്ചറിയുക. നാം ഇരിക്കുന്നിടത്ത്, നാം നിൽക്കുന്നിടത്ത്, നാം ജീവിക്കുന്നിടത്ത് നമ്മുടെ വിജയക്കൂടി പറിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മളുടെ പ്രവർത്തികളെ കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നല്ല, അവർ പറയട്ടെ. പക്ഷെ നമുക്ക് ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ പരമമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി പെരുമാറുക എന്നത് നമ്മുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കും. ഇത്ര മനോഹരമായ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അതിന്റെ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അമ്പേപരാജിതനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ മൂല്യത്തെയും നിയോഗത്തെയും തിരിച്ചറിയുക.
സമൂഹത്തിന് മുൻപിൽ വിലയുള്ളവനാവുക. നമ്മെ സമൂഹത്തിൽ വിലവെക്കാത്തവരുണ്ടാകാം. സമൂഹം വ്യത്യസ്തമായ ചിന്താഗതിക്കാരുടെ കൂട്ടായ്മയാണ്. എല്ലാവരും നമ്മെ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ആദ്യം പരിഹസിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് കുറെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ഒട്ടനവധി കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. ഇതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ മുൻപിലേക്ക് അവർ അംഗീകരിക്കുന്ന ഒരു ദിനം വരും. കാരണം നമ്മൾ നമ്മുടെ ജീവിതയാത്ര മൂല്യങ്ങൾ അധിഷ്ഠിതമായി ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പരിഹസിക്കപ്പെട്ടവരുടെ മുൻപിൽ വിജയശ്രീലാളനായി നിൽക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വിജയം കൈവരിച്ചവരുടെ ആഗ്രഹമാണ്, സാധ്യമാണ്, സ്വപ്നമാണ്. നമ്മെ പരിഹസിച്ച, നമ്മെ കുറ്റപ്പെടുത്തിയ, നമ്മെ അപഹാസ്യനാക്കിയ, അതിനപ്പുറത്ത് നമ്മെ ഉപദേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച ഓരോരുത്തരുടെയും മുമ്പിൽ, അവർക്ക് മുൻപിൽ മാതൃകകളായി നമുക്ക് മാറാൻ സാധിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ അതിനപ്പുറം മാറ്റം വേറെയില്ല. മറ്റുള്ളവർക്ക് മുൻപിൽ മാതൃകകളായി മാറാൻ, മറ്റുള്ളവർക്ക് മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപകരണങ്ങളായി മാറാൻ ഈ സമൂഹത്തിൽ നമുക്ക് കഴിയുന്നതിലൂടെ നല്ല വ്യക്തിത്വത്തിനുടമകളായി മാറാം. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ ലോകം മാറ്റത്തിന്റെ ലോകമാണ്. നാം ഓരോരുത്തരും അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. ഈ ലോകം വേഗതയുടെ ലോകമാണ്. ലോകം സഞ്ചരിക്കുന്ന വേഗത്തിൽ നാമും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഈ ലോകം പരിഹാസത്തിന്റെ ലോകമാണ്. നാം അതിനെ മറികടന്നേ പറ്റൂ. ഈ ലോകം പുത്തൻ അറിവുകളുടെ ലോകമാണ്. ആ ഓരോ അറിവുകളും നാം സ്വായത്തമാക്കിയേ പറ്റൂ. ഈ ലോകം വിജയികളുടെ ലോകമാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കുവാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് കിട്ടിയ അനുഗ്രഹീതമായ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഇത്തരത്തിലുള്ള ഓരോ ഗുണങ്ങളും ജീവിതത്തിൽ പരിശീലിക്കുക. സദാ ലോകത്ത് സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അവരുടെ കഴിവുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുക. നമ്മിലുള്ള മഹത്തരമായ കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെ പാഴാക്കാതിരിക്കുക, ജീവിതത്തിൽ ഉപയോഗിക്കുക. നമുക്ക് മുൻപിലുള്ള എല്ലാവരെയും സ്നേഹിക്കുവാൻ, അവരോട് കരുണ കാണിക്കാൻ കഴിയുന്നവനാവുക. വിശാല മനസ്സിനുടമകളാവുക. മാറി വരുന്ന ലോകത്തെ പുതിയ പുതിയ കഴിവുകൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മൂല്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സമൂഹത്തിൽ വിലയുള്ളവനായി മാറുക. ജീവിത വിജയം ഉറപ്പാണ്. നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.